പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അതുപോലെ നേക്കും നമ്മുടെ മേലത്തിൻ്റെ കരുണയമനോണോ നേക്കും ഉണ്ടായിരിക്കുമാറാട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ മാത്രം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ എനിക്ക് ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പെന്തക്കോസ്ത് പെരുന്നാളിലേക്ക് പ്രാർത്ഥനാപൂർവം ധ്യാനിച്ച് യാത്ര ചെയ്യുന്ന നാം കഴിഞ്ഞ 8 ദിനങ്ങളായി ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിലെ ആത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വിശുദ്ധമുള്ള യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകാതിരുന്നാൽ അത് ഒറ്റയായി തന്നെ കഴിയുന്നു, എന്നാൽ അഴുകുന്നുവെങ്കിലോ അത് വളരെയേറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്ന്. ധാന്യമണി ഒരേ സമയം സഹിക്കുകയും മരിക്കുകയും ചെയ്യുന്ന നിമിഷത്തിലാണ് അത് ഒരു വിത്തായി മാറുന്നത്. ഒരു വിത്തായി മാറിയ ധാന്യമണി അത് വിശ്വാസ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് അഴുകി അതൊരു നല്ല വിത്തായി മാറുമ്പോഴാണ് അതിൽ നിന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുന്ന ആത്മാവിൻ്റെ ഫലങ്ങളുടെ ആ 9 ഭാഗങ്ങൾ അതിനെ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവഹിതപ്രകാരം പരിശുദ്ധ സഭയിലൂടെ ആത്മീയമായിട്ട് ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട സുഹൃതങ്ങളാണ് ഗലാത്യ ലേഖനം 5:22 പറയുന്ന ആത്മാവിൻ്റെ ഫലങ്ങൾ. ഇതിലാദ്യത്തെ 8 ഭാഗങ്ങൾ അത് നാം ചിന്തിച്ചു കഴിഞ്ഞു. ഈ 8 ഭാഗങ്ങളും നമുക്ക് ജീവിതത്തിൽ അത് ആർജിക്കുവാൻ ഒരു പരിധി വരെ നമുക്ക് സാധിക്കും. എന്നാൽ ഈ അവസാനത്തെ ഭാഗം, ഇന്ന് നാം ചിന്തിക്കുന്ന ഇന്ദ്രിയജയം അഥവാ സഹനം, ആത്മനിയന്ത്രണം എന്നൊക്കെ പറയുന്ന ഈ അവസാനത്തെ ഭാഗം, അത് നമുക്ക് പലരും പരാജയപ്പെട്ടു പോകുന്ന ഒന്നാണ് ആ ഭാഗമെന്ന് പറയുന്നത്. സാബർ എന്ന ഒരു റൂട്ട് വേർഡാണ് സുറിയാനിയിൽ ആത്മനിയന്ത്രണം എന്ന വാക്കിനുള്ളത്. അതിന് പേഷ്യൻസ് എന്നും മോഡറേഷൻ എന്നും സെൽഫ് കൺട്രോൾ എന്നും എൻഡ്യൂറൻസ് എന്നുമൊക്കെയുള്ള പല അർത്ഥങ്ങളുണ്ട്. നാം പല ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ബൈബിളുകൾ നോക്കുമ്പോൾ അവിടെ കൂടുതൽ ഭാഗത്തും എൻഡ്യൂറൻസ് അഥവാ സഹിഷ്ണുത എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലതിൽ സെൽഫ് കൺട്രോൾ അഥവാ ആത്മനിയന്ത്രണം എന്ന വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിൽ സഹനങ്ങൾ നേരിടുമ്പോൾ നാം പരാജയപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണ് ഇത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം, വിനയം എന്നിവ നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ആത്മനിയന്ത്രണം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. പരിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ കായേൻ മുതൽ കർത്താവിൻ്റെ ഇടതുഭാഗത്ത് കുരിശിൽ തൂക്കപ്പെട്ട ഇടതുഭാഗത്തെ കള്ളൻ വരെയുള്ള അനേകർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയത് അവരുടെ ജീവിതത്തിലെ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം മറ്റ് പല നല്ല ഗുണങ്ങളും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആത്മനിയന്ത്രണം ഇല്ലാതെയായി പോകുമ്പോൾ നമുക്ക് പലതും ജീവിതത്തിൽ നഷ്ടപ്പെടുന്നു. നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു, നമ്മുടെ ആത്മീയത തകർന്നു പോകുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിലേക്ക് നാം കടന്ന് ചിന്തിക്കുമ്പോൾ നമുക്കിതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് കാണുവാനായിട്ട് സാധിക്കും. അമ്മ ദൈവത്തോട് ചേർന്ന് നിന്ന് തൻ്റെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളെയും നേരിട്ട വ്യക്തിയാണ്. ഗബ്രിയേൽ മാലാഖായിൽ നിന്ന് വചനം സ്വീകരിച്ചപ്പോൾ മുതൽ ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും ആ സമയത്തൊക്കെയും താൻ അനുഭവിച്ച ഒരമ്മ എന്ന നിലയിൽ അനുഭവിച്ച വേദനകൾ, കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരെ ഒരുമിപ്പിക്കുന്നത് മുതലുള്ള എല്ലാ സമയങ്ങളിലും പരിശുദ്ധ ദൈവമാതാവ് തൻ ജീവിതത്തിൽ വിജയിച്ചത് താൻ ദൈവത്തോട് ചേർന്ന് നിന്ന് തൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുവാൻ സാധിച്ചപ്പോഴാണ്. പ്രിയമുള്ളവരെ, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ അത് ജഡത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്നെ നിങ്ങളെ സംബന്ധിച്ച് നാം പലപ്പോഴും ഈ ജഡത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വീണ് മുഴുകി നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങളെ നാം നഷ്ടപ്പെടുത്തുന്നവരാണ്.
എന്നാൽ നമുക്ക് ദൈവകൃപയിൽ നിറഞ്ഞു നിൽക്കുവാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് നാം ഈ ദിനങ്ങളിൽ ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ കഴിഞ്ഞ 8 ദിവസങ്ങളിൽ വളരെ ഡീപ്പായിട്ട് ഈ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ധ്യാനിച്ചവരാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് നാട്ടിൽ പാമ്പാടിയിലുള്ള നമ്മുടെ സിംഹാസന പള്ളികളുടെ ഗീവർഗീസ് മാർ ദീവനാസ്യോസ് തിരുമേനിയുടെ ആ മൊണാസ്ട്രിയുടെ ചാപ്പലിൽ പല പ്രാവശ്യം പോയി കുർബാന ചൊല്ലി. തിരുമേനി ഓരോ ദിവസത്തെയും മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് തൻ പ്രത്യേകമായിട്ടുള്ള അപേക്ഷകളും പ്രാർത്ഥനകളുമൊക്കെയാണ് ക്രമീകരിക്കുന്നത്. വചനിപ്പ് പെരുന്നാളിൻ്റെ അന്നത്തെ ഒരു അപേക്ഷ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ദൈവമാതാവിനുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു അപേക്ഷ ഇപ്രകാരമായിരുന്നു. അത് പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ഉദരത്തിലായിരിക്കുന്ന യേശുദമ്പുരാനോട് ആ ഗർഭാവസ്ഥയുടെ സമയത്ത് അപേക്ഷിക്കുന്ന ഒരു അപേക്ഷയാണ്. അതിപ്രകാരമാണ്: ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ നീ വളരുന്നത് പോലെ എൻ്റെ സംരക്ഷകനായ യൗസേഫിൻ്റെ ഉള്ളിൽ ഭയം വളരുന്നതിനെ മാറ്റണമേ എന്നപേക്ഷിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞാൻ തിരുമേനിയോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് തിരുമേനി ഈ പ്രാർത്ഥന തിരുമേനിക്ക് എഴുതുവാൻ സാധിച്ച്? എന്നോട് പറഞ്ഞു, അത് നമ്മുടെ പെങ്കിസാ നമസ്കാരത്തിലുണ്ട് എന്ന്. ആ പ്രാർത്ഥന എന്നെ വളരെ സ്പർശിച്ചു. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ചില അന്യവിചാരങ്ങൾ വരുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും എന്നിലൂടെയുള്ള ദൈവികമായിട്ടുള്ള പദ്ധതി പൂർണ്ണമായിട്ട് നിറവേറ്റുവാൻ സാധിക്കാതെ വരുന്നത്? അപ്പോഴൊക്കെ ഈ പ്രാർത്ഥന എന്നെ ചിന്തിപ്പിച്ചു, അതിന് വിരുദ്ധമായിട്ടുള്ളത് എന്തോ എന്നിൽ വളരുന്നു. ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. കർത്താവേ, ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ വളരുന്ന എല്ലാ പാപചിന്തകളും, എല്ലാ പാപത്തിൻ്റെ പ്രവൃത്തികളും, എല്ലാ പാപത്തിൻ്റെ വഴികളും അത് മാറുവാനായിട്ട് പരിശുദ്ധ അമ്മേ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി, എന്നോട് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടവകയ്ക്ക് വേണ്ടി, പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, എന്നോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിരിക്കുന്ന രോഗികൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവേ, അവരറിയാതെ അവരിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ പാപത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാറുവാൻ, രോഗത്തിൻ്റെ ബന്ധനങ്ങൾ മാറുവാൻ പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ എന്ന്. അത് എന്നിലും എൻ്റെ പ്രാർത്ഥനകളിലും അത് വളരെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നത് കാണുവാനായിട്ട് എനിക്ക് സാധിച്ചു. റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഇപ്രകാരം പറയുന്നു: എന്തെന്നാൽ ഞെരുക്കങ്ങൾ സഹനശക്തിയെയും, സഹനശക്തി പരിശോധനയെയും, പരിശോധന പ്രത്യാശയെയും നമ്മിൽ സമ്പൂർണ്ണമാക്കുന്നു എന്ന് നാം അറിയുന്നുവെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ 9 ഫലങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് അതിനെ ആർജിച്ചെടുക്കുവാൻ സാധിച്ചാൽ നമ്മളിൽ വരുന്ന എല്ലാ സഹനങ്ങളും അതിലൂടെ നമുക്ക് സഹനശക്തി നേടിയെടുക്കുവാനും, ആ സഹനശക്തിയിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പരിശോധനകളെ അല്ലെങ്കിൽ സഹനങ്ങളെ അതിലൂടെ നാം കടന്നുപോയി യാത്ര ചെയ്ത് അവിടെ നാം ക്രിസ്തുവിനോട് ചേർന്ന് വിജയിച്ച് നാം പൂർണ്ണമായി ദൈവിക പ്രത്യാശ പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ പെന്തക്കോസ്തി പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ടതാണ്: കർത്താവേ, എൻ്റെ ഉള്ളിൽ വളരേണ്ട ദൈവത്തിൻ്റെ കൃപ വളരുവാൻ സാധിക്കാതെ എൻ്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ജഡീകമായ ചിന്തകളും, ജഡീകമായ പ്രവർത്തനങ്ങളും, ജഡീകമായിട്ടുള്ള എല്ലാ കെട്ടുകളും അത് മാറുവാൻ എന്നോട് കരുണയാകണം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെട്ട് പ്രാർത്ഥിക്കാം. ഇപ്രകാരം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ പറയുന്ന ആ സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വാസവും വിനയവും ആത്മനിയന്ത്രണവും അഥവാ ഇന്ദ്രിയജയവും അതിനെ നമ്മുടെ ജീവിതത്തിൽ ആർജിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.
ചി